നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഒരു നേരമെങ്കിലും ചോറ് വെക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ചോറ് വെക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപായിട്ട് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഇത് ആഗ്രഹിക്കുക മാത്രമല്ല, ഇത് നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മളുടെ ഓരോരുത്തരുടെയും നല്ല മനസ്സും അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളും കൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം തന്നെ കെട്ടിപ്പടുത്താൻ സാധിക്കും. അപ്പോൾ നല്ല ഉയർന്ന ഒരു ജീവിതം, വളരെ സമാധാനത്തോടെ ഒരു ജീവിതം, നല്ല സമ്പൽ സമൃദ്ധിയോട് കൂടിയുള്ള ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുക, അതിൽ കൂടി നമുക്ക് ഒരുപാട് ധനം ശേഖരിക്കാൻ സാധിക്കുക, വളരെ സമാധാനത്തോടു കൂടി നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് നല്ല നല്ല മംഗളകർമ്മങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള നിത്യജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടും വിധേന വന്നു കഴിഞ്ഞാൽ മാത്രമേ വളരെ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നിത്യജീവിതത്തിൽ നമുക്ക് നിത്യമായിട്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുതാണ്. അതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ധനം വർദ്ധിക്കുവാൻ വേണ്ടി, പണം വരുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏതാണ് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സമയവും ഒക്കെ അനുസൃതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു മേന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ നിത്യവും ചോറ് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിത്യം നമ്മൾ ചോറ് വെക്കുന്നതിന് മുൻപും അടുക്കളയിൽ കയറുന്നതിന് മുൻപും ഒക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാവുന്നതാണ്. നിത്യം നമ്മൾ ചോറ് വെക്കുമ്പോൾ, നമ്മൾ ചോറ് വെന്തു കഴിഞ്ഞാൽ, അതായത് വെള്ളം വെച്ച് അരിയിട്ട് ചോറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഊറ്റി വെക്കുന്ന ഒരു ഭാഗം വരും. ചോറ് ഊറ്റിയെടുത്തതിനു ശേഷം ഒരു തവി ചോറ്, ഒരു പ്ലേറ്റ് നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക. നമുക്ക് എത്രമാത്രം പ്ലേറ്റുകളുണ്ട് വീട്ടിൽ, ഇതിനു വേണ്ടി ഒരു പ്ലേറ്റ് നിങ്ങൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു 2 പ്ലേറ്റ് മാറ്റി വെക്കുക. ഈ പ്ലേറ്റ് നിരന്തരം മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് ഒരൊറ്റ തവിയോ ഒരു 2 സ്പൂണോ ചോറെടുക്കുക. നിങ്ങൾ എത്രമാത്രം ചോറ് കളയുന്നു, എത്രമാത്രം വേസ്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മൾ വെന്ത ഉടനെ തന്നെ നിങ്ങൾ ഒരു ചെറിയ ഒരു തവി ചോറ് വിളമ്പിയെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി അത് വെക്കുക. പുറത്ത് കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം. അത് പക്ഷികൾ, അതുപോലെ പൂച്ചകൾ, പല്ലി, പാറ്റ, ഇതുപോലെ പ്രാണികൾ ഇങ്ങനെയൊക്കെ വന്ന് ഇരിക്കും. അതുപോലെ പല്ലി, ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ വന്ന് ഇത് കഴിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഊറ്റിയെടുത്തതിന് ഒപ്പം തന്നെ ഫസ്റ്റ് ഇത് എന്തിനു എടുത്ത് മാറ്റുന്നതെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ഒരു മാസത്തോളം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഉയർച്ച എന്താണെന്ന്. നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് എച്ചിലായിട്ടുള്ള ഭക്ഷണം നമുക്ക് ആർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ എച്ചിലായിട്ടുള്ള ഭക്ഷണം കൊണ്ട് കളഞ്ഞതിന് ശേഷം അത് വല്ല പൂച്ചയോ നായയോ ഒക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ എച്ചിലായിട്ടുള്ള ഭക്ഷണം നമ്മൾ പൂച്ചയ്ക്ക് പോലും, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള പൂച്ചയ്ക്കോ നായയ്ക്കോ ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ എച്ചിൽ ഭക്ഷണം കൊടുക്കാതെ നമ്മളുടെ കൂട്ടത്തിൽ ഒരു ജീവിയാണ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് നിത്യം ചോറ് ഉണ്ടാക്കുമ്പോൾ, നിത്യം ചോറ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ തവി ചോറ് നിങ്ങൾ എടുത്ത് മാറ്റി ദിവസവും ഒരു പ്ലേറ്റിനകത്ത് ആക്കി അത്
നല്ലൊരു ഇല പൊട്ടിച്ച്, അതായത് ഒരു വൃത്തിയുള്ള ഇല, നിങ്ങളുടെ പറമ്പിൽ നല്ല ഇല കിട്ടുന്ന പറമ്പാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഇല പൊട്ടിച്ച് ആ ഇലയിൽ തട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇല്ലെങ്കിൽ ഒരു വാഴയില വെട്ടി ആ ഇലക്കകത്ത് വെക്കുന്നതാണ്. തേക്കിൻ്റെ ഇല, വട്ടയുടെ ഇല, ഇങ്ങനെയൊക്കെ ഇലകൾ നിങ്ങളുടെ പറമ്പിൽ സുലഭമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇലയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ 2 പാത്രം അതിന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും ഇത് കഴിച്ചു കഴിയുമ്പോൾ ആ പാത്രം കഴുകി മാറ്റാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും. ഇതിന് 5 പൈസ മുടക്കില്ല. നമ്മൾക്ക് ഒരു മനസ്സ് മാത്രമേ വേണ്ടൂ. ഒരു ശകലം ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയതിൽ ഒരു ചെറിയൊരു പങ്ക് മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വെള്ളവും വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് ജീവികളുടെ വയറ് നിറയുകയും സംതൃപ്തി വരികയും ചെയ്യും. ചിലപ്പോൾ 1-2 ജീവികളായിരിക്കും, നിങ്ങളത് കാണില്ല. എത്ര ജീവികളാണ്, എത്ര പക്ഷികളാണ് അതിൽ വന്ന് ഒരു വറ്റ് കൊത്തി തിന്നാൽ പോലും, അല്ലെങ്കിൽ കുറച്ചതിനകത്തുനിന്ന് കഴിച്ചാൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ്. ഇത് ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമല്ല, ഇതൊരു വിശ്വാസം തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. 1 രൂപ പോലും ചിലവില്ലാതെ നമ്മൾ എത്രയോ ഭക്ഷണങ്ങൾ ആഹാരം പാചകം ചെയ്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഒരൊറ്റ തവി ചോറ് നിങ്ങളിങ്ങനെ ഒന്ന് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് വരുന്ന ആ ഒരു സൗഭാഗ്യം, വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു മഹാഭാഗ്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലൂടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോറ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുക്കുക. അല്ലാതെ നമ്മൾ ബാക്കി വെച്ച ചോറ്, ബാലൻസ് ചോറ് അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കാക്ക വരികയാണെങ്കിൽ നമുക്ക് കാക്കയെ ആകർഷിച്ച് നിർത്താൻ സാധിക്കും. വല്ല ഭക്ഷണം അതിനിഷ്ടപ്പെട്ട വല്ല ദോശയോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ തയ്യാറാക്കുന്നത് അത് ഫ്രഷോട് കൂടി നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസ് കൊടുക്കരുത്. ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് കാക്ക. അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം അഭിവൃദ്ധി വരും. അപ്പോൾ ഈ കാക്ക മുതൽ അതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കാക്കയെ വരെ ആകർഷിച്ച് നിർത്തി കാക്കയ്ക്ക് നിത്യവും ആഹാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഓരോ ജീവികൾക്കും നമ്മൾ കഴിക്കുന്നതിൻ്റെ ചെറിയ ഒരു പങ്ക് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പരം ഭാഗ്യം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് അഭിവൃദ്ധി തരും. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് തൊട്ടറിയാവുന്നതാണ്. ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അതിലൂടെ ഉയർച്ചയല്ലാതെ താഴ്ച ഒരിക്കലും വരില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.